ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻട്രോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് തന്നെ ഇൻട്രോ ഇല്ലാത്തൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പം വെറുതെ ഇരിക്കുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ വെളുത്തുള്ളി, സ്പ്രിംഗ് ഒനിയൻ, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ സവോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഈ സവോള കുറേ നേരം വെള്ളത്തിലിട്ടിട്ട് അത് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലെ ഗ്യാസൊക്കെ കുറച്ചൊന്ന് കുറയും. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എടുക്കുന്നത് സെല്ല ബസ്മതി റൈസാണ്. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ വെന്ത് പോകത്തില്ല, നല്ല ടേസ്റ്റുമാണ്. ഈ സവോള നമുക്ക് ഫ്രൈഡ് റൈസിൽ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ സവോളയൊക്കെ വറുത്ത് വെച്ചു. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്യുവാണ്. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലോർ, കുറച്ച് ചില്ലി സോസ്, കുറച്ച് സോയാ സോസ്, പിന്നെ ഉപ്പ് അതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ചൊരു ഹാഫ് ആൻ അവർ, അതിൽ കൂടുതൽ വെച്ചാലും നല്ലതാണ്. അങ്ങനെ കുറച്ച് നേരം വെച്ച ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ ഫ്രൈ ചെയ്ത് എല്ലാം എടുത്ത് നമ്മളൊരു കിച്ചൺ ടിഷ്യൂവിൽ വെച്ച് അതിൻ്റെ ആ ഓയിലെല്ലാം കളഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചു. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചത്, അതുപോലെ ഇഞ്ചി, പിന്നെ നമ്മുടെ പച്ചമുളക് അതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊരു ചെറിയ ബ്രൗൺ കളറാവുന്നവരെ എണ്ണയിലിട്ടൊന്ന് വഴറ്റി. അതിനുശേഷം നമ്മുടെ സവോള ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ച സവോള, അതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി. ഇതിലൊന്നും നമ്മൾ നല്ല രീതിയിൽ കുക്കാവേണ്ട. സവോളയും ക്യാപ്സിക്കവും ഒക്കെ ഒരു പച്ച ചൊവയോടുകൂടി തന്നെ വേണം, എങ്കിലേ അതിൻ്റെ ആ ഒരു ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി ഒന്ന് ചെറിയ രീതിയിൽ അതിൻ്റെ ആ ഒരു കളറൊന്ന് കുറഞ്ഞാൽ മതി. അതല്ലാതെ നല്ല രീതിയിൽ അത് കുക്ക് ചെയ്യരുത്. അങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ ക്യാപ്സിക്കവും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ റെഡോ യെല്ലോയോ എന്തെങ്കിലും കളറൊക്കെ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ ആർക്കും വേറെ കളർ ക്യാപ്സിക്കത്തോട് താല്പര്യമില്ല, അതിൻ്റെ ടേസ്റ്റും ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്, പക്ഷേ വീട്ടിൽ മക്കൾക്കും ഹസ്ബൻഡൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വേറെ കളറൊന്നും യൂസ് ചെയ്യാതിരുന്നത്. അപ്പം ക്യാപ്സിക്കം കൂടി ചെറിയ രീതിയിലൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് ചില്ലി സോസ്, സോയാ സോസ് അതെല്ലാം ഒന്നും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും സോസിൻ്റെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടമായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഞാൻ ആഡ് ചെയ്തത്. അതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അത് തിളച്ച് വന്ന ശേഷം അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ ആഡ് ചെയ്ത ശേഷം നമ്മൾ സ്പ്രിംഗ് ഒനിയനും കൂടി അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും ഇവിടെ ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതിന് ഫ്രൈഡ് റൈസ് എന്നാണ് വിളിക്കുന്നത്, ശരിക്കും ഇത് പുലാവ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഡിഷ് ഇതാണ്, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. ഇവിടെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി, കാരണം ടൈം കുറച്ച് ലേറ്റായി ഇന്ന്. അപ്പം ഞങ്ങളെന്തായാലും പോയി കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇന്ന് ഇൻട്രോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബൈ പറയാനും ഞാൻ വരുന്നില്ല. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.